എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് കർത്താവിൽ വിശ്വസിക്കുന്നവരിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ശ്രവിക്കാം. യോഹന്നാൻ 7:38. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. ഈ വാക്യം യെരുശലേമിലെ കൂടാര പെരുന്നാളിൽ സംഭവിക്കുന്നു. ഇത് ആഘോഷത്തിൻ്റെയും ദൈവത്തിൻ്റെ കരുതലിൻ്റെ പ്രതിഫലനത്തിൻ്റെയും സമയമാണ്. യേശു തൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചും ദൗത്യത്തെക്കുറിച്ചും പരസ്യമായി സംസാരിക്കുന്നു. തന്നിൽ വിശ്വസിക്കുവാൻ ജനത്തെ ക്ഷണിക്കുന്നു. ജീവജലം എന്ന ചിത്രീകരണം യഹൂദ പാരമ്പര്യങ്ങളോടും ആത്മീയ ഉപജീവനത്തിനായുള്ള ആഗ്രഹത്തോടും ബന്ധിപ്പിക്കുന്നു. യേശുവിൻ്റെ അടുക്കൽ വന്നു കുടിക്കുക എന്നാൽ യേശുവിനെ അംഗീകരിക്കുക എന്നാണ് അർത്ഥം. അവനെ കൈക്കൊള്ളുന്ന ഏവനും തങ്ങളുടെ ആവശ്യങ്ങൾ നിവർത്തിക്കപ്പെടുവാമെന്നു മാത്രമല്ല, ആത്മീയ അനുഗ്രഹ നദികൾ അവരിൽ നിന്നും മറ്റുള്ളവരിലേക്ക് പകരുക കൂടി ചെയ്യും. മശിഹായെ ആരൊക്കെ സ്വീകരിക്കുമോ അവരെല്ലാം സഹായിക്കപ്പെടുകയും മറ്റുള്ളവരുടെ അനുഗ്രഹത്തിൻ്റെ ചാനലുകളായി രൂപാന്തരപ്പെടുകയും ചെയ്യുമെന്നുള്ള സത്യം പഴയ നിയമത്തിലെ തിരുവെഴുത്തുകളിലെവിടെയും കാണപ്പെടുന്ന ഉപദേശമാണ്. ഉദാഹരണത്തിന് യെശയ്യാ 55:1. അവരുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരുടെ അന്തരംഗത്തിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് സഹായത്തിൻ്റെ നീരുറവുകൾ ഒഴുകുമെന്നാണ് അർത്ഥം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അധിവാസമുള്ള യാതൊരു വ്യക്തിക്കും പരിശുദ്ധാത്മാവിനെ അവനു മാത്രമായി ഉൾക്കൊള്ളാവുന്നതല്ല. ആത്മാവ് എവിടെ ഉണ്ടോ അവിടെ ആത്മാവിൻ്റെ പ്രവാഹമുണ്ട്. പ്രവാഹമില്ലെങ്കിൽ ആത്മാവില്ലെന്ന് മനസ്സിലാക്കണം. ജീവജലം പരിശുദ്ധാത്മാവിനെയും യേശുവിലുള്ള വിശ്വാസത്തിൻ്റെ ജീവൻ നൽകുന്ന ശക്തിയെയും പ്രതീകപ്പെടുത്തുന്നു. അവനിൽ വിശ്വസിക്കുന്നതിലൂടെ വ്യക്തികൾക്ക് ആത്മീയ പോഷണവും നവീകരണവും ലഭിക്കുന്നു. നദികൾ എന്ന പരാമർശം വിശ്വാസത്തിൻ്റെ സമൃദ്ധിയും പരിവർത്തനാത്മക സ്വാധീനവും വെളിപ്പെടുത്തുന്നു. യേശുവിൽ വിശ്വസിക്കാനുള്ള ആഹ്വാനം ദൈവത്തിൻ്റെ ദാനങ്ങൾ സ്വീകരിക്കുന്നതിലുള്ള കേന്ദ്രമായി വിശ്വാസത്തെ ഊന്നി പറയുന്നു. ജീവജലം എന്ന ആശയം നമ്മെ ശക്തിപ്പെടുത്തുകയും നിലനിർത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു. ഈ ജീവൻ നൽകുന്ന അനുഭവം മറ്റുള്ളവരുമായി പങ്കിടാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. നദികളുടെ ഉപയോഗം സൂചിപ്പിക്കുന്നത് വിശ്വാസത്തിൻ്റെ നേട്ടങ്ങൾ കേവലം വ്യക്തിപരമല്ല, മറിച്ച് കവിഞ്ഞൊഴുകാനും നമ്മുടെ ചുറ്റുമുള്ളവരെ സ്വാധീനിക്കാനും ഉദ്ദേശിച്ചുള്ളതാണ്. നാം യേശുവിൽ ആശ്രയിക്കണം. അത് അത്യന്താപേക്ഷിതമാണ്. അവനുമായി ആഴത്തിലുള്ള ബന്ധം തേടുകയും വേണം. ആത്മീയ പോഷണത്തിനായി വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ മാർഗനിർദ്ദേശം ലഭിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമ്മുടെ വിശ്വാസം സമൃദ്ധമായി പങ്കുവയ്ക്കുന്നതിലൂടെ അത് നമ്മുടെ സമൂഹത്തിലേക്ക് ഒഴുകുകയും മറ്റുള്ളവർക്ക് പ്രോത്സാഹനത്തിൻ്റെയും പിന്തുണയുടെയും ഉറവിടമായി മാറുകയും ചെയ്യും. സ്നേഹപിതാവേ, യേശുവിലുള്ള വിശ്വാസം സ്വീകരിക്കുന്നതിനും പരിശുദ്ധാത്മാവിൻ്റെ രൂപാന്തരീകരണ ശക്തി അനുഭവിക്കുന്നതിനും മറ്റുള്ളവരിലേക്ക് ഒഴുകുന്ന സമൃദ്ധമായ ജീവിതത്തിലേക്ക് നയിക്കുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.